ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിത് പരിപ്പ് കറി വെക്കാം കേട്ടോ. നല്ല തേങ്ങ അരച്ചിട്ട് ഒരു പരിപ്പ് കറി ഉണ്ടാക്കി നോക്കിയാലോ. അതിനായി നമുക്ക് ആദ്യം തന്നെ പരിപ്പ് എടുക്കാതെ അപ്പോൾ കുറച്ച് പരിപ്പ് എടുത്തിട്ടുണ്ട്. ഞാനിത് കഴുകി എടുത്തിട്ട് വരാവേ. അപ്പോൾ നമ്മുടെ പരിപ്പ് ഞാനിവിടെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 2 പച്ചമുളകും ഒരു തക്കാളി അരിഞ്ഞു കൊടുക്കാം കേട്ടോ. ചെറുതായിട്ടാണ് പരിപ്പ് പെട്ടെന്ന് പോകുന്ന പരിപ്പാണ്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ തക്കാളി കൂടി വെന്ത് കിട്ടണ്ടേ, അതുകൊണ്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, വലുതായിട്ട് അരിഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കളാരും കഴിക്കില്ല. അവരെടുത്ത് അത് മാറ്റി വെച്ചിട്ട് കറി കൂട്ടുള്ളൂ. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു മുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമ്മുടെ പരിപ്പ് വേവാൻ ആവശ്യമായ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് തക്കാളിയും പരിപ്പും ഒക്കെ വേവിച്ചെടുക്കാം. അത് വന്നതിന് ശേഷം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പരിപ്പും തക്കാളിയൊക്കെ വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അതിന് വേണ്ട അരപ്പ് കൂടി റെഡിയാക്കി എടുക്കാം കേട്ടോ. തേങ്ങ ചിരകി എടുത്തിട്ട് വരാം. നമ്മുടെ പരിപ്പ് പതച്ച് വരുമ്പോൾ ഒരല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ വെച്ചാൽ ഇങ്ങനെ പതച്ച് മറിയില്ല എന്ന് കേട്ടിട്ടുണ്ട്. കണ്ടില്ലേ, അതിന് ശേഷം പൊന്തി വരുന്നില്ലല്ലോ. അല്പം ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താലേ പതച്ച് മറിയില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി, അല്പം ജീരകവും ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പം നമ്മുടെ തേങ്ങ ഇവിടെ അരച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല വെണ്ണ പോലെ എന്നൊന്നും ഞാൻ പറയില്ല, അധികം നമുക്ക് അരച്ചെടുക്കണ്ട കേട്ടോ. ചെറിയ ഇതുപോലെ ഇങ്ങനെ പീര വരുന്ന വിധത്തിലൊന്ന് ഓരോരുത്തരും ഇങ്ങനെ ഒതുക്കിയെടുത്തിട്ടൊക്കെ ചെയ്യാറുണ്ട്. ഞാൻ അങ്ങനെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഒരു മീഡിയം ലെവലിൽ അരച്ചെടുക്കാറാണ്. അപ്പോൾ എൻ്റെ കറിവേപ്പില തീർന്നു പോയിട്ടാ. ഞാനൊന്ന് പറിക്കാൻ പോവാം ഇരുട്ടിൽ. ഉണ്ടോയെന്നറിയില്ല, ഒന്ന് നോക്കി നോക്കട്ടെ. ഇതുണ്ടോ? കറിവേപ്പിലയുടെ ഒരു പ്രത്യേകതയാണ്. എന്തോരം ഇങ്ങനെ വെള്ളം കുത്തു വന്നിട്ട് അതിൽ മണ്ണുണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ തന്നെ പൊട്ടിച്ചെടുക്കാം. കറിവേപ്പില ഇങ്ങനെ തണ്ടോടെ പൊട്ടിക്കണം എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. എന്നാൽ
പറഞ്ഞാൽ നമുക്കിനി പുതിയ ഇത് വരുമ്പം ഇങ്ങനെ രണ്ടായിട്ടൊക്കെ വരുമെന്ന് പറയുന്നത്. കുറച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോയിട്ട് കറിയുടെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പം ഞങ്ങളുടെ കറിവേപ്പിലൊക്കെ പറിച്ചിട്ട് ഞങ്ങളിന്ന് വന്നേ. പരീക്ഷയാണ് നടക്കുന്നതെന്നുണ്ടോ? ചിരിച്ചോണ്ടിരുന്നോ? പേപ്പർ കിട്ടുമ്പോൾ ചിരിച്ചാൽ മതി. ഹായ്. അപ്പം നമ്മുടെ കറി എന്തായെന്ന് നോക്കിത്തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ വെള്ളം വറ്റിപ്പോയി, പരിപ്പും വന്നിട്ടുണ്ട്. നന്നായി ഒന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പരിപ്പ് ഏകദേശം ആയതുകൊണ്ട് തന്നെ നമ്മൾ തേങ്ങയും കൂടി ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കാവേ. കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ നാടൻ പരിപ്പ് കറി, തേങ്ങ അരച്ച പരിപ്പ് കറി. നല്ല കളറുണ്ട് കേട്ടോ. രാത്രി ആയതുകൊണ്ടാണോ എന്നറിയില്ല കളർ അത്ര കാണാത്തത്. അത്യാവശ്യം നല്ല കളറുണ്ട് കേട്ടോ. ഉപ്പൽപ്പം കുറവാണ്, കുറച്ച് ഉപ്പ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കറി തിളച്ച് വരട്ടെ. ഇപ്പം നമ്മുടെ പരിപ്പ് നന്നായി തിളച്ചിട്ടുണ്ട്. അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ പരിപ്പ് കറിയിലേക്കുള്ള താളിപ്പ് ഇവിടെ റെഡിയാക്കുവാണ്. അതിനായി ഞാൻ ഉള്ളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കടുവല്ല കേട്ടോ ഇടുന്നത്, ഉള്ളിയാണ്. ഒരു പ്രത്യേക ടേസ്റ്റാണ് ഉള്ളി വറുത്തിട്ട് പരിപ്പ് കറിയിൽ ഒഴിച്ചാൽ. നമുക്ക് പരിപ്പ് കറിയുടെ താളിപ്പ് കൂടി റെഡിയാക്കിയാണ്. ആവശ്യത്തിന് എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം.
നമുക്കത് പരിപ്പ് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്നും പറയാനില്ല കേട്ടോ, വേറെ ലെവലാണ് പരിപ്പറി. അടിപൊളി ടേസ്റ്റുമാണ്. നമ്മളിങ്ങനെ ടേസ്റ്റ് നോക്കിക്കൊണ്ടിരുന്നാൽ നോക്കിക്കൊണ്ടേയിരിക്കും. പൊളി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.